അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, തമീസ് എന്ന ഭാഗമാണ് നാം ഇപ്പോൾ പഠിച്ചു വരുന്നത്. തമീസ് എന്താണെന്നും തമീസിൻ്റെ മുമയ്യസ്, മൽഫൂള്, മൽഹൂദ് എന്നിവയും തമീസിൻ്റെ ഇഅ്റാബിൻ്റെ ഹുക്മാണ് നാം ഇപ്പോൾ പഠിച്ചു വരുന്നത്. ഹുക്മു തമീസിൽ മിസാഹത്തി വൽ വസ്നി വൽ കൈലി അത് പഠിച്ചു കഴിഞ്ഞു. മിസാഹത്ത്, അതുപോലെ കൈല്, വസ്ന് എന്നിവയുടെ തമീസ് എപ്പോഴും മൻസൂബായിരിക്കും എന്നും പഠിച്ചു. ഇനി തമീസ് മുമയ്യസ് മൽഫൂളായി വരുന്നതിൻ്റെ തമീസിൽ അദദാണ് ബാക്കിയുള്ളത്. അദദിൻ്റെ തമീസിൻ്റെ ഹുക്മാണ് ബാക്കിയുള്ളത്. ഹുക്മു തമീസിൽ അദദ്, എണ്ണത്തിൻ്റെ തമീസ് പറഞ്ഞാൽ എണ്ണപ്പെടുന്ന സാധനം, അതിനെക്കുറിച്ച് തമീസ് എന്നും പറയാം, മഅദൂദ് എന്നും പറയാം. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ തമീസ് അതായത് മഅദൂദ്, തമീസിൻ്റെ ഹുക്മ് 3 മുതൽ 10 വരെ. 3 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ 10 അടക്കി. അതിൻ്റെ തമീസിൻ്റെ ഹുക്മ് എപ്പോഴും തമീസ് ജംഅ് മജ്റൂറായിട്ടായിരിക്കും വരിക. ഉദാഹരണം പറഞ്ഞാൽ സലാസത്തു റിജാലിൻ. അപ്പോൾ സലാസത്ത് എന്നുള്ള എണ്ണം അതാണ് അദദ്. അതിൻ്റെ തമീസായി വന്നിട്ടുള്ളത് റിജാൽ എന്നാണ്. റിജാൽ അത് ജംഅ് ആയിരിക്കും എന്നതോടുകൂടെ മജ്റൂറും ആയിരിക്കും. സലാസത്തു റിജാലിൻ, അശറത്തു റിജാലിൻ. ഓക്കെ. പിന്നെ 11 മുതൽ 99 അടക്കി. 11 മുതൽ 99 അടക്കം അതിൻ്റെ തമീസ് വരൽ മുഫ്രദ് മൻസൂബായിട്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ അഹദ അശറ കൗകബൻ, 11 അതിൻ്റെ തമീസ് കൗകബ് എന്നുള്ളതാണ്. കൗകബ് മുഫ്രദാണ്, അതുപോലെ മൻസൂബുമാണ്. തിസ്ഉൻ വ തിസ്ഊന നഅജതൻ, തിസ്ഉൻ വ തിസ്ഊന നഅജതൻ, അവിടെ 99 അതിൻ്റെ തമീസ് മുഫ്രദ് മൻസൂബായിട്ട് നഅജതൻ എന്നാണ് പറഞ്ഞത്. പിന്നുള്ളത് 100, അതുപോലെ 1000. 100, 1000 അതിൻ്റെ കൂടെ വരുന്ന തമീസ് എപ്പോഴും മുഫ്രദ് മജ്റൂർ ആയിരിക്കും. ഉദാഹരണത്തിന് അൽഫ സനത്തിൻ, അൽഫ സനത്തിൻ. അപ്പോൾ അൽഫ് എന്നുള്ളത് അതിൻ്റെ തമീസ് സനത്താണ്, അത് മുഫ്രദാണ്, മജ്റൂറായി. ഓക്കെ. മിഅത്തു ദിർഹമിൻ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണ് വരിക. അതിനു മുമ്പ് തമീസിൻ്റെ ഹുക്മുകൾ പറഞ്ഞു കഴിഞ്ഞു. 3 മുതൽ 10 വരെ, 11 മുതൽ 99 വരെ, 100, 1000 മറ്റൊരു രീതി, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അദദിൻ്റെ ഹുക്മുകളുണ്ട്. അദദ് എങ്ങനെയൊക്കെ വരേണ്ടത്? അദദ് ഇപ്പോൾ 3-ന് സലാസ് എന്ന് പറയും, സലാസത്ത് എന്ന് പറയും. അത് എപ്പോഴൊക്കെയാണ് സലാസ് എന്ന് പറയേണ്ടത്, എപ്പോഴൊക്കെയാണ് സലാസത്ത് എന്ന് പറയേണ്ടത്, അതുപോലെ അതിൻ്റെ ഇഅ്റാബ് എങ്ങനെയാണ് വരിക, അതൊക്കെ വിശദമായിട്ട് നിങ്ങൾ നഹ്വിൻ്റെ 5-ാം ഭാഗത്ത് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ അദദിൻ്റെ തമീസിനുള്ള ഉദാഹരണങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അദദും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴെ തന്നെ ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദദിൻ്റെ നിയമങ്ങൾ പറയാണ്. അദദ് 1ഉം 2ഉം വളരെ സിമ്പിളാണ്. 1 വാഹിദ്, അത് മുഅന്നസ് ആണെങ്കിൽ വാഹിദത്ത് പറയും.
റജുലുൻ വാഹിദ്, ബിൻതുൻ വാഹിദത്ത്. രണ്ടെണ്ണമാണെങ്കിൽ റജുലാനി അല്ലെങ്കിൽ ബിൻതാനി എന്ന് പറയും. ഞാൻ ഈ എണ്ണായിട്ട് പറയുകയാണെങ്കിൽ ഇസ്നാനി, അതിൻ്റെ മുഅന്നസ് ഇസ്നതാനി എന്ന് പറയും. 3 മുതൽ 10 വരെ, 3 മുതൽ 10 അടക്കി അതിൻ്റെ അദദ് വരൽ ഗൈറു ജിൻസിൽ മഅദൂദ്. മഅദൂദ് അതായത് തമീസ്, എണ്ണപ്പെടുന്ന സാധനം. അതിൻ്റെ ജിൻസിൻ്റെ ഓപ്പോസിറ്റ്, ജിൻസ് എന്ന് പറഞ്ഞാൽ സെക്സ് മെയിലാണെങ്കിൽ ഫീമെയിൽ. മഅദൂദ് മെയിലാണെങ്കിൽ, മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് മുഅന്നസ് ആയിരിക്കണം. ഉദാഹരണത്തിന് സമാനിയത അയ്യാമിൻ, സമാനിയത അയ്യാമിൻ. അവിടെ യൗമ് മഅദൂദ്, അതാണ് എണ്ണപ്പെടുന്ന സാധനം. അത് മുദക്കറായതുകൊണ്ട് അതിൻ്റെ അദദ് മുഅന്നസായി സമാനിയത്ത് എന്ന് പറഞ്ഞു. നേരെ തിരിച്ചും അദദ് മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുദക്കറായിരിക്കും. സബഅ ലയാലിൻ, ലൈലത്ത് എന്നുള്ളത് മുഅന്നസ് ആണ്, അതുകൊണ്ട് അതിൻ്റെ അദദ് സബഅ എന്ന് പറഞ്ഞു. സബഅ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സ്വറഅ എന്ന് ഖുർആനിലുണ്ട്. ഓക്കെ, അപ്പോൾ 3 മുതൽ 10 വരെ അതിൻ്റെ അദദ് മഅദൂദിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഇഅ്റാബ് സാദാ പോലെ തന്നെ ഉണ്ടാവുക. ഫായിലാണെങ്കിൽ മർഫൂഅ്. അപ്പോൾ ജാഅ സലാസതു റിജാലിൻ, റഅയ്തു സലാസ ബനാത്തിൻ. ഓക്കെ, മനസ്സിലായല്ലോ. മഅദൂദ് എപ്പോഴും ജംഅ ആയിട്ട് മുദാഫിലേഹി ആയിട്ട് മജ്റൂറായിട്ട് വരിക. ഓക്കെ, ഇനി 11ഉം 12ഉം എപ്പോഴും ജിൻസുൽ മഅദൂദ്, എണ്ണപ്പെടുന്ന സാധനത്തിൻ്റെ അതേ ജിൻസന്നായിരിക്കും. എണ്ണപ്പെടുന്നത് മുദക്കറാണെങ്കിൽ എണ്ണവും മുദക്കർ, മുഅന്നസ് ആണെങ്കിൽ മുഅന്നസ്. ഓക്കെ, അതിൻ്റെ തമീസിൻ്റെ ഹുക്മ്, അദദിൻ്റെ ഹുക്മ് നമ്മൾ മുമ്പ് പറഞ്ഞു, മുഫ്രദ് മൻസൂബായിരിക്കും. അപ്പോൾ ഉദാഹരണം അഹദ അശറ കൗകബൻ, അഹദ അശറ കൗകബൻ. യൂസുഫ് നബി യാക്കൂബ് നബിയോട് പറയുന്നുണ്ട്, അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഓക്കെ, ഇനി അത് മുഅന്നസ് ആണെങ്കിൽ ഇഹ്ദ അശറത എന്ന് പറയും, ഇഹ്ദ അശറത. ഓക്കെ, ഇഹ്ദ അശറത ഷജറതൻ ഉദാഹരണം. അതുപോലെ 12 ഇസ്നത അശറത ഐനൻ ഫൻഫജറത് മിൻഹു ഇസ്നത അശറത ഐന. ഇനി അത് മുദക്കറാണെങ്കിൽ ഇസ്നാ അശറ എന്നാവും, ഇസ്നാ അശറ ഷഹ്റൻ. അതും ഖുർആനിലുണ്ട്. ഇസ്നത അശറത ഐന എന്നും ഖുർആനിലുണ്ട്, ഇസ്നാ അശറ ഷഹ്റൻ. ഓക്കെ, ഇനി 13 മുതൽ 99 വരെ, 13 മുതൽ 99 വരെ 2 ഭാഗങ്ങളുണ്ടാവും എണ്ണത്തിന്. 13 എന്ന് പറയുമ്പോൾ 10 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ അതായത് സലാസ അശറ 2 ഭാഗങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഭാഗം മഅദൂദിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, മഅദൂദിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഭാഗം മഅദൂദിന് അതുപോലെ തന്നെ ആയിരിക്കും. അവ്വലുഹു, ആ കള്ളിയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, അവ്വലുഹു ഗൈറു ജിൻസിൽ മഅദൂദ്, ഒന്നാമത്തത്. അപ്പോൾ 13 സലാസാശറ എന്ന് പറയുകയാണെങ്കിൽ സലാസ് എന്നുള്ളത് അത് മഅദൂദിൻ്റെ ഓപ്പോസിറ്റ് ജിൻസ് ആയിരിക്കും, ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കും ഉണ്ടാവുക. എന്നതുപോലെ ആഖിറുഹു, അവസാനത്തത് അശറ എന്നുള്ളത് ജിൻസുൽ മഅദൂദ്, മഅദൂദിൻ്റെ അതേ ജിൻസ് തന്നെ ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ അർബഅ അശറത ഷജറതൻ, അർബഅ അശറത ഷജറതൻ. അപ്പോൾ ഷജറത്ത് എന്നുള്ള മുഅന്നസാണ്, മഅദൂദ് മുഅന്നസാണ്. അപ്പോൾ അദദിൻ്റെ ഒന്നാമത്തെ ഭാഗം
അർബ എന്നുള്ളത് മുദക്കറായി. രണ്ടാമത്തെ ഭാഗം മഅദൂദിൻ്റെ അതേപോലെ തന്നെ മുഅന്നസ് ആയിരിക്കും. തിസ്ഉൻ വ തിസ്ഊന നഅജതൻ, തിസ്ഉൻ വ തിസ്ഊന നഅജതൻ. അവിടെ നഅജത്ത് എന്നുള്ള മുഅന്നസ് ആയതുകൊണ്ട് അവിടെ തിസ്ഉ എന്ന് പറഞ്ഞു. തിസ്ഉൻ വ തിസ്ഊന നഅജതൻ. ഇനി മഅദൂദ് മുദക്കറായതിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സലാസത അശറ റജുലൻ, സലാസത അശറ റജുലൻ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 13 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ, 13 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ അതിൻ്റെ അദദ് പറയുമ്പോൾ എല്ലാത്തിൻ്റെ അവസാനം ഫത്ഹ് ഇട്ടിട്ടാണ് പറയാം. സലാസത അശറത കഴിഞ്ഞ് എങ്ങനെയാണെങ്കിലും ജാ സലാസത അശറ റജുലൻ, റഅയ്തു സലാസത അശറത ഇംറഅതൻ. മനസ്സിലായല്ലോ. മറർത്തു ബിസലാസത അശറ റജുലൻ. എപ്പോഴും അവസാനം ഫത്ഹായിരിക്കും. ഓക്കെ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഇതാണ് അദദിൻ്റെ നിയമങ്ങൾ. പിന്നെ മിഅത്തും അൽഫും ആണെങ്കിൽ നേരെ മിഅത്തു റജുലിൻ, അൽഫു റജുലിൻ, റഅയ്തു അൽഫ റജുലിൻ, മറർത്തു ബി അൽഫി റജുലിൻ, മറർത്തു ബി മിഅത്തി റജുലിൻ എന്നാണ് പറയാം. ഓക്കെ. ഇതാണ് നിയമം. അപ്പോൾ കിതാബിലുള്ള അംസിലത്ത് നോക്കുക. ഗറസ്തു സലാസ ഷജറാത്തിൻ. ഞാൻ പറഞ്ഞിരുന്നു 3 മുതൽ 10 അടക്കി അതിൻ്റെ തമീസ് ജംഅ് മജ്റൂറായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ 3 സലാസ. അപ്പോൾ ഷജറാത്തിൻ, ഷജറാത്തിൻ എന്നുള്ളത് ഷജറത്തിൻ്റെ ജമ്മാണ്, അതുപോലെ മജ്റൂറുമാണ്. അകൽത്തു അർബഅ തുഫാഹാത്തിൻ, തുഫാഹത്തിൻ്റെ ജമ്മ് തുഫാഹാത്ത് മജ്റൂറായി വന്നു, കാരണം ഇവിടെ 4 അദദ്. ഇഷ്തറൈതു ഖംസത അഖ്ലാമിൻ, ജംഅ് മജ്റൂറായിട്ടാണ് ഇവിടെ തമീസ് വന്നിട്ടുള്ളത്. ഫിൽ ഉസ്ബുഇ സബഅതു അയ്യാമിൻ, യൗമ് ജംഅ് അയ്യാം. അപ്പോൾ അയ്യാം എന്നുള്ള ജംഅ് മജ്റൂറായിട്ട് വന്നു, കാരണം സബഅത്ത് എന്നുള്ള ഇവിടുത്തെ അദദ്. ഫിൽ മസ്ജിദി അശറത്തു അഅമിദത്തിൻ, ഇമാദ് ജംഅ് അഅമിദത്ത് തൂണുകൾ, പള്ളിയിൽ 10 തൂണുകളുണ്ട്. അപ്പോൾ അഅമിദത്ത് എന്നുള്ളത് ജംഅ് മജ്റൂറായിട്ട് വന്നു. റഅയ്തു അഹദ അശറ ഫാരിസൻ. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി പറഞ്ഞു കഴിഞ്ഞു, ജംഅ് മജ്റൂറായി വരുന്ന കോലം പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് മുഫ്രദ് മൻസൂബായിട്ടാണ്. റഅയ്തു അഹദ അശറ ഫാരിസൻ, 11 മുതൽ 99 അടക്കം മുഫ്രദ് മൻസൂബായിരിക്കും അതിൻ്റെ തമീസ്. അപ്പോൾ റഅയ്തു അഹദ അശറ ഫാരിസൻ, ഞാൻ 11 കുതിരപ്പടയാളികളെ കണ്ടു. ഫാരിസ് എന്നുള്ളത് മുഫ്രദാണ്, മൻസൂബാണ്, കാരണം അദദ് 11. ഫിഷ് ഷജറത്തി, മരത്തിലുണ്ട് 19 ഗുസ്നൻ, 19 ഗുസ്നൻ, 19 കൊമ്പുകളുണ്ട്. അപ്പോൾ 19 19 ആയതുകൊണ്ട് അതിൻ്റെ തമീസ് മുഫ്രദായിട്ട് ഗുസ്ന്, മുഫ്രദ് മൻസൂബായി വന്നു. ഫിഷ് ഷഹരി 30 യൗമൻ, 30. അപ്പോൾ അതിൻ്റെ യൗമൻ എന്ന് പറഞ്ഞു. ഒരു മാസത്തിൽ 30 ദിവസങ്ങളുണ്ട്. യൗമ എന്നുള്ള മുഫ്രദ് മൻസൂബാണ്. ഫിഷ് ഷജറത്തി 41 ബുർത്തുഖാലത്തൻ, 41. ഇഹ്ദാ എന്ന് പറയാൻ കാരണം ബുർത്തുഖാലത്ത് മുഅന്നസാണ്, അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം മുഅന്നസായി പറഞ്ഞു, ഇഹ്ദാ. ഓക്കെ. ഫിഷ് ഷജറത്തി 41 ബുർത്തുഖാലത്തൻ, ബുർത്തുഖാലത്തുള്ള മുഫ്രദ് മൻസൂബാണ്. ഫിൽ ബുസ്താനി 99 നഖ്ലത്തൻ, പൂന്തോട്ടത്തിൽ 99 ഈന്തപ്പനകളുണ്ട്. അപ്പോൾ 99 നഖ്ലത്തൻ, നഖ്ലത്ത് എന്നുള്ള മുഫ്രദ് മൻസൂബാണ്. ഫിൽ ഖിൻതാരി, അതും കഴിഞ്ഞു. ഇനി
മുഫ്രദ് മജ്റൂറായി വരുന്നത്, തമീസ് മുഫ്രദ് മജ്റൂറായി വരുന്നത് അത് അൽഫിൻ്റെയും മിഅത്തിൻ്റെയും കൂടെ, 100-ൻ്റെയും 1000-ൻ്റെയും കൂടെ. ഫിൽ ഖിൻതാരി, ഒരു ഖിൻതാർ പറഞ്ഞാൽ 100 റിത്തല എന്ന് പറഞ്ഞിരുന്നു. ഒരു റിത്തല് 454 ഗ്രാമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഫിൽ ഖിൻതാരി, ഒരു ഖിൻതാറിൽ മിഅത്തു റിത്തലിൻ, 100 റിത്തലുണ്ട്. അപ്പോൾ മിഅത്തിൻ്റെ കൂടെ റിത്തല് മുഫ്രദ് മജ്റൂറായി വന്നു. റക്കിബ സഫീനത, കപ്പലിൽ കയറി, മിഅതാ മുസാഫിരിൻ, 200 യാത്രക്കാർ. അപ്പോൾ അവിടെ മിഅത്തിൻ്റെ കൂടെ മുസാഫിർ എന്നത് മുഫ്രദ് മജ്റൂറായി വന്നു. ഖതഅൽ ഖിതാറു 500 മീലിൻ, ട്രെയിന് 500 മൈൽ മുറിച്ചു കടന്നു. അപ്പോൾ മിഅത്ത് എന്നതിൻ്റെ കൂടെ മീലിൻ മുഫ്രദ് മജ്റൂറായിട്ട് വന്നു. ഫിൽ ഹദീഖത്തി, പൂന്തോട്ടത്തിലുണ്ട്, അൽഫു ഷജറത്തിന് 1000 മരങ്ങളുണ്ട്. അൽഫിൻ്റെ കൂടെ ഷജറത്ത് മുഫ്രദ് മജ്റൂറായി വന്നു. മിസാഹത്തുദ്ദാരി, വീടിൻ്റെ അളവ് അൽഫു ദിറാഇൻ, 1000 മുഴമാണ്. അവിടെ അൽഫിൻ്റെ കൂടെ ദിറാഅ് മുഫ്രദ് മജ്റൂറായി വന്നു. ഫി സാഹത്തിൽ ഖിതാലി, യുദ്ധക്കളത്തിൽ, സാഹത്ത് പറഞ്ഞാൽ മൈതാനം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഫി സാഹത്തിൽ ഖിതാലി, യുദ്ധക്കളത്തിൽ, 3000 ജുന്ദിയീൻ, 3000 സൈനികരുണ്ട്. അവിടെ ജുന്ദി എന്നുള്ളത് അൽഫിൻ്റെ കൂടെ വന്നതുകൊണ്ട് മുഫ്രദ് മജ്റൂറായിട്ട് വന്നു. ഓക്കെ, അതുപോലെ അവിടെ സലാസത്ത് എന്നുള്ള, സലാസത്തോ ആലാഫ് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സലാസത്ത് എന്നുള്ളത് 3ആണ്, അതിൻ്റെ മഅദൂദ് ആലാഫ് എന്നുള്ളതാണ് അല്ലേ, 3000. അപ്പോൾ ഇവിടെ 3ആണ് അതായത് അതിൻ്റെ മഅദൂദ് ആലാഫ് എന്നുള്ളതാണ്. ആലാഫ് എന്നുള്ള ഒരു അദദാണ്, അതിൻ്റെ മഅദൂദ് ജുന്ദിയാണ്. അപ്പോൾ സലാസത്ത് എന്നുള്ളത് അദദ്, അതിൻ്റെ മഅദൂദ് എന്തായി വന്നു, സലാസത്തിൻ്റെ കൂടെ മഅദൂദ് തമീസ് ജംഅ് മജ്റൂറായിട്ടാണ് വരുന്നത്. ആലാഫിൻ, അൽഫിൻ്റെ ജംഅ് ആലാഫ്, അത് മജ്റൂറായിട്ടാണ് വന്നത്. മനസ്സിലായോ? അതുപോലെ അൽഫ് എന്നുള്ള മുദക്കറായതുകൊണ്ട് സലാസത്ത് മുഅന്നസായി കൊണ്ടുവന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശരിക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഖായിദ, അൽ ഖായിദ തമീസുൽ അദദി, അദദിൻ്റെ തമീസ്, യജിബു ജറുഹു, ആ തമീസ് ജറ് ചെയ്യപ്പെടൽ നിർബന്ധമാണ്. ജമ്മായിട്ട് ജറ് ചെയ്യപ്പെടൽ നിർബന്ധമാണ്. മഅസ്സലാസത്തി, 3ൻ്റെ കൂടെ, വൽ അശറത്തി, 10ൻ്റെയും കൂടെ, വമാ ബൈനഹുമ, ആ 3ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ളതിൻ്റെയും കൂടെ. അപ്പോൾ 3 മുതൽ 10 അടക്കം അതിൻ്റെ തമീസ് മജ്റൂറായി ജംആയിട്ടാണ് വരിക. വ നസ്ബുഹു, ആ തമീസ് നസ്ബ് ചെയ്യപ്പെടൽ നിർബന്ധമാണ്. മുഫ്രദൻ, മുഫ്രദായിട്ട്, മഅ 11, 11ൻ്റെ കൂടെയും, വതിസ്അത്തിൻ വതിസ്ഈന, 99ൻ്റെ കൂടെയും, വമാ ബൈനഹുമ, 11ൻ്റെയും 99ൻ്റെയും ഇടയിലുള്ളതിൻ്റെ കൂടെയും, മുഫ്രദ് മൻസൂബായിട്ട്. വ ജറുഹു, ആ തമീസ് ജറ് ചെയ്യപ്പെടൽ നിർബന്ധമാണ്. മുഫ്രദൻ, മുഫ്രദായിട്ട് ജറ് ചെയ്യപ്പെടണം. മഅൽ മിഅത്തി വൽ അൽഫി, 1000ൻ്റെയും 100ൻ്റെയും കൂടെ. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തത് ബാക്കിയുള്ളത് ഇപ്പോൾ മൽഫൂളായിട്ടുള്ള തമീസുകളുടെ ഹുക്മുകളാണ് പറഞ്ഞത്. ഇനി മൽഹൂദായാൽ ആ തമീസിൻ്റെ ഹുക്ം എന്താ എന്നാണ്. മൽഹൂദാവുമ്പോൾ അവിടെയുള്ള തമീസിൻ്റെ ഹുക്ം എപ്പോഴും മൻസൂബായിരിക്കും. ഹുക്മു തമീസ് ഇദാ കാനൽ മുമയ്യസു മൽഹൂദൻ, മുമയ്യസ് മൽഹൂദാണെങ്കിൽ അതിൻ്റെ തമീസിൻ്റെ ഹുക്ം, ഉദാഹരണങ്ങൾ നോക്കുക. ഹസുനൽ ഗുലാമു, കുട്ടി നന്നായി. കുട്ടി എങ്ങനെ നന്നായത്? കലാമൻ, സംസാരത്താൽ നന്നായി. അപ്പോൾ കലാമൻ എന്നുള്ളത് മൻസൂബായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ മുമയ്യസ് മൽഹൂദാണ്. മുമയ്യസ് ശരിക്കും അവിടെ ജുംലയിൽ പറഞ്ഞിട്ടില്ല. അത് കലാമിൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് അതിൻ്റെ മുമയ്യസ്. ഓക്കെ, ഇഅ്തദല റജുലു, പുരുഷൻ നേരെയായി, ഖാമത്തൻ, നീളത്താൽ, നേരെയാവുക അല്ലെങ്കിൽ സമമാവുക എന്നൊക്കെ പറയും. ഖാമത്തൻ, നീളം. അപ്പോൾ ഇവിടെ ഇഅ്തദല റജുലു എന്ന് പറയുമ്പോൾ അവിടെ മുമയ്യസ് മനസ്സിലാകുന്നില്ല.
അപ്പോൾ ഖാമത്തൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമയ്യസ് മൽഫൂളായിട്ട് കിട്ടണില്ലെങ്കിലും അത് അവിടുന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഖാമത്ത് എന്നുള്ളത് മുഫറദ് മൻസൂബായിട്ടാണ് വന്നിട്ടുള്ളത്. അൽ ഫീലു അക്ബറു മിനൽ ജമലി ജിസ്മൻ. അൽ ഫീലു ആന, അക്ബറു ഏറ്റവും വലിയതാണ്, മിനൽ ജമലി ഒട്ടകത്തേക്കാൾ വലിയതാണ്. എന്ത് വിഷയത്തിൽ? ജിസ്മൻ തടിയാൽ. അപ്പോൾ അവിടെ ശരീരത്താൽ. അപ്പോൾ ജിസ്മ് എന്നുള്ളത് ആ തമീസ് മൻസൂബായിട്ട് വന്നു. അൽ ഹരീറു അഗല മിനൽ ഖുത്നി. പട്ട് ഖുത്നിനേക്കാൾ അഗല വിലപിടിപ്പുള്ളതാണ്. ഖീമത്തൻ, ഖീമത്ത് പറഞ്ഞാൽ മൂല്യം, വില. അപ്പോൾ അവിടെയും തമീസ് മൻസൂബാണ്. ഖായിദ യുൻസബു തമീസു, തമീസ് നസ്ബ് ചെയ്യപ്പെടും. ഇദാ കാനൽ മുമയ്യസു, മുമയ്യസായാൽ, മൽഹൂദൻ, മുമയ്യസ് മൽഹൂദായാൽ അതിൻ്റെ തമീസ് നസ്ബ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ശുക്രൻ ലക്കും ലിഹുസ്നി ഇസ്തിമാഇക്കും. ഇലൽ ലിഖാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.